കേരളത്തിന്റെ മുഖ്യമന്ത്രി ബജറ്റിന്റെ ഭാഗമായി മുന്നോട്ട് വെച്ച ഈ വിദേശ മദ്യത്തിനുള്ള നികുതിയുടെ പ്രശ്നം കേരളീയ സമൂഹം വലിയ തോതിൽ ചർച്ചയ്ക്ക് വിധേയമാക്കി കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിനകത്ത് തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. വിദേശ മദ്യം എന്നുള്ളത് സ്പിരിറ്റ് ഉപയോഗിച്ചുണ്ടാക്കുന്നതാണ്. വൈൻ നിർമ്മിക്കുന്നത് സ്പിരിറ്റ് ഉപയോഗിച്ചല്ല. അപ്പം സ്പിരിറ്റ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മദ്യത്തിന് നികുതി ചുമത്തുക എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെ നികുതി ചുമത്തുന്നതിനെ സംബന്ധിച്ച് കഴിഞ്ഞ LDF ഗവൺമെന്റിന്റെ സന്ദർഭത്തിൽ തന്നെ നിർദ്ദേശങ്ങൾ വന്നപ്പോൾ LDF ഗവൺമെന്റ് പൊതുവെ മദ്യത്തിനുള്ള നികുതി ഈ വീര്യം കുറഞ്ഞ മദ്യം എന്നുള്ളത് സ്പിരിറ്റ് ഉപയോഗിച്ചുണ്ടാക്കുന്ന മദ്യത്തിനും ചുമത്തുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എടുത്തിട്ടുള്ള നിലപാട്. മദ്യ ഉടമകളിൽ നിന്ന് വലിയ നിർബന്ധമുണ്ടായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഉറച്ച നിലപാട് സ്വീകരിക്കാനുണ്ടായി. അപ്പൊ ഗവൺമെന്റിന്റെ നിലപാട് വളരെ കൃത്യമാണ്. അതിന് വെറുതെ വ്യാഖ്യാനിച്ച് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതിനാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും UDFും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഗവൺമെന്റിന്റെ ഭാഗമായി മാറേണ്ടുന്ന ഒരു തീരുമാനം, ഗവൺമെന്റിന്റെ ഭാഗമായി മാറിയ ഒരു തീരുമാനം, അതിന് UDFിന്റെ ആലോചനയുടെ ഭാഗമായി മാറ്റം വരുത്തുക എന്നുള്ളത് ഏത് രീതിയാണെന്നുള്ളത് അറിയില്ല. അപ്പോ ഒരു ഗവൺമെന്റ് എന്ന് പറയുന്നത് ആ ഗവൺമെന്റിന്റെ എല്ലാ തരത്തിലുള്ള നിയമവ്യവസ്ഥകളും പാലിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ പാലിക്കുമ്പോൾ ഇപ്പോഴുള്ള ഈ നിർദ്ദേശം എങ്ങനെയാണ് പ്രാവർത്തികമാക്കുക? യഥാർത്ഥത്തിൽ ബജറ്റിന്റെ ഭാഗമായുള്ള നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കേണ്ടത് രാഷ്ട്രീയമായ കൂടിയാലോചന നടത്തുന്നതിൽ തെറ്റൊന്നുമില്ല. ആ രാഷ്ട്രീയമായ കൂടിയാലോചന നടത്തിയതിന് ശേഷമാണ് പറയേണ്ടിയിരുന്നത്. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ടും ബഡ്ജറ്റിന്റെ ചർച്ച നടത്തി മറുപടി പ്രസംഗത്തിലും അദ്ദേഹം ഇങ്ങനെ ഒരു നിലപാട് മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് രൂപപ്പെട്ടു വന്നത് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്. വീര്യം കുറഞ്ഞതാണെങ്കിലും സ്പിരിറ്റ് ഉപയോഗിച്ചുണ്ടാക്കുന്ന മദ്യം, ഈ മദ്യത്തിന് നികുതി ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള നിലപാട് നികുതി നിലവിലുള്ള 251% എന്നുള്ളത് കുറയ്ക്കുക എന്നുള്ളതാണ്. അത് കുറയ്ക്കുന്നത് മദ്യത്തിന്റെ വ്യാപനത്തിന് കാരണമാകും. മാത്രമല്ല ഇത് മദ്യമുതലാളിമാർക്ക് വലിയ തോതിൽ പണമുണ്ടാക്കുന്നതിന് വേണ്ടി കഴിയും. റെഡി ടു ഡ്രിങ്ക് ലിക്വർ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അത് ഏത് സാധാരണ മദ്യം കഴിക്കല് മദ്യത്തിന്റെ കൂടെ വെള്ളം ചേർത്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പാനീയങ്ങൾ ചേർത്തിട്ടോ ആണ് മദ്യം കഴിക്കുന്ന രീതി സാധാരണ നിലയിൽ കാണാറുള്ളത്. അപ്പൊ ഈ റെഡി ടു ഡ്രിങ്ക് ലിക്വർ എന്ന് പറയുന്നത് വീര്യം കുറഞ്ഞ മദ്യം, അതിന് ഇതിന്റെ ഒരു നിയന്ത്രണ ഏർപ്പാടോ ഇല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് സാർവത്രികമായി മദ്യം ഉപയോഗിക്കുന്നിടത്തിലേക്ക് കാര്യങ്ങളെത്തും. അതിന് സഹായകരമായ നിലപാടാണ് ഇപ്പോൾ ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. ഗവൺമെന്റ് ആ നിലപാടിൽ മാറ്റണം. ഇപ്പോൾ സാധാരണ മദ്യങ്ങൾക്കുള്ള നികുതി ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന്, സ്പിരിറ്റ് ഉപയോഗിച്ചുണ്ടാക്കുന്ന വീര്യം കുറഞ്ഞ മദ്യത്തിന് അതിന് ചുമത്തണം എന്നുള്ള നിലപാടാണ് ഞങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. എല്ലാ വിഭാഗം ആളുകളും മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പ്രശ്നം ഇതാണ്. അതിനനുസൃതമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ്. കേരളത്തിൽ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം അവര് എടുത്ത നിലപാടുകളെല്ലാം പലതിൽ നിന്നും അവർ പിറകോട്ട് പോകാൻ നിർബന്ധിതമാകുകയാണ്. ഒരു കാരണവശാലും ഈ വേണ്ടത്ര ആലോചന നടത്തി ഒരു പ്രശ്നങ്ങളും തീരുമാനിക്കില്ല എന്ന ഒരു നിലപാടാണ് UDF ഗവൺമെന്റ് അധികാരമേറ്റതിന് ശേഷം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നിലപാടിൽ നിന്ന് അവർ മാറണം. ഈ നാടിന്റെ ജനങ്ങളുടെ പൊതു താല്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള സമീപനം അടിച്ചേൽപ്പിക്കരുത്, വേറെ സാമ്പത്തികമായ താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് അടിച്ചേൽപ്പിക്കരുത് എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് പൊതുവെ പറയാനുള്ളത്. സൗകര്യമാകും. ഇപ്പോഴത്തെ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അവർക്ക് ഇതിനെല്ലാം സൗകര്യമുണ്ടാക്കി കൊടുക്കുന്ന സമീപനമാണ് ഇതിനകത്ത് വന്നു ചേർന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഈ നിലപാടിൽ നിന്ന് മാറണം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി മാറണം.
എന്ന പ്രശ്നം കേരളത്തിന് മുമ്പിൽ ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നു. ആണാണ് LDF ഗവൺമെന്റിന്റെ നിലപാട് അത് തന്നെയായിരുന്നു. LDF ഗവൺമെന്റിന്റെ കാലത്തും ഈ നികുതിയിൽ നിന്ന് കുറവ് വരുത്തുന്നതിന് വേണ്ടി വലിയ സമ്മർദ്ദമുണ്ടായിട്ടുണ്ട്. അതിന് കേരളത്തിലെ ഗവൺമെന്റ് വഴങ്ങിയിട്ടില്ല. വീര്യം കുറഞ്ഞ മദ്യമാണെങ്കിൽ, സ്പിരിറ്റ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മദ്യമാണെങ്കിൽ ആ മദ്യത്തിന് സാധാരണ നികുതി ചുമത്തണം എന്ന നിലപാടാണ് ഞങ്ങൾ പൊതുവെ സ്വീകരിച്ചത്. ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് സ്വീകരിച്ച നിലപാടതാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടായിട്ടുള്ളത് ഒരു പുതിയ പ്രശ്നമാണ്. ഭരണഘടനാപരമായ തത്വങ്ങളുടെ ഒരു ലംഘനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നുള്ളത് BJP തന്നെ ആലോചിക്കേണ്ടതുണ്ട്. കേരള ഗവൺമെന്റിനും ഇത് സംബന്ധിച്ച് തുടർന്നുള്ള നിലപാട് എന്നുള്ളത് കേരള ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വ്യക്തമാക്കേണ്ടതാണ്. ആ ഒരു സമീപനം ഗവൺമെന്റ് സ്വീകരിക്കണം എന്നുള്ളതാണ് അക്കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും. എന്താ ചോദ്യം ചെയ്യുന്നു? എക്സാലോജിക്കും CMRL പ്രശ്നം രണ്ട് കമ്പനികളാണ്. ആ രണ്ട് കമ്പനികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ആ കമ്പനികൾ തമ്മിൽ തീരണം. അതാണ്. അതിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. അതിനാരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാലും എന്ത് നിലപാട് ഇടിയെടുക്കും. ഞങ്ങളുടെ പ്രശ്നം CPM-നെ ഇതിന്റെ ഭാഗമായിട്ട് പിടികൂടി തകർക്കുക എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പിണറായി വിജയനെതിരായി ഉള്ള വലിയ സംഘടിതമായ നീക്കം ED-യുടെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പൊ ഇത് ED ഇങ്ങനെ ചുറ്റിക്കറങ്ങി CPM-ന് പ്രധാനമായും നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയനെ തകർത്തിക്കഴിഞ്ഞാൽ ഇവിടെ CPM-നെ തകർക്കാൻ കഴിയും. അതുവഴി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ദുർബലമാക്കാൻ കഴിയുമെന്നാണ് അവർ കരുതുന്നത്. ഒരു കാരണവശാലും അതിന് വഴങ്ങിക്കൊടുക്കാനുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. പാർട്ടിക്ക് എതിരായി മാറുന്നതിന്റെ ഭാഗമായിട്ടാണ് പിണറായി വിജയനെതിരായിട്ട് വരുന്നത്. പിണറായി വിജയന്റെ വീട്ടിൽ പോയിട്ട് പിണറായി വിജയനെ തടഞ്ഞു വെക്കേണ്ട കാര്യം എന്താ? വീണയാണ് പ്രശ്നമെങ്കിൽ വീണയെ തടഞ്ഞു വെച്ചോട്ടെ, വീണയെ ചോദ്യം ചെയ്തോട്ടെ, അതിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തെ എത്ര മണിക്കൂറാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വീട്ടിൽ അല്ലെ അദ്ദേഹത്തിന്റെ താമസിക്കുന്ന വാടക വീട്ടിൽ തടഞ്ഞു വെച്ചത്? അത് ശരിയല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അതാണ് പാർട്ടിക്കെതിരായി വരുന്ന നിലപാട്. ഇതുപോലുള്ള പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അതല്ലാതെ കമ്പനികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവിടെ പരിശോധിച്ച് എന്താണ് നിലപാട് എന്നുള്ളത് അവരെടുക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു എതിർപ്പില്ല. ഒരിക്കലും അതിനെ എതിർത്തിട്ടില്ല. അതിന് അവർ നിയമപരമായി തന്നെ അവർ നേരിട്ട് മുമ്പോട്ട് പോകുന്ന നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന സ്ഥിതി. എന്താ LDF എന്താ പ്രശ്നം എനിക്കറിയില്ല. അതിങ്ങൾ അറിഞ്ഞ ആളുകൾ അവരോട് ചോദിക്കുക. ആരാണോ ഇത് പറഞ്ഞ് പ്രതികരിച്ചത് അവരോട് ചോദിക്കുക. എന്നിട്ട് എന്താണെന്നുള്ളത് എനിക്ക് അതിനെക്കുറിച്ചൊരു അഭിപ്രായങ്ങളുണ്ട്. ഞാനിപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ. ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറാണ്. ഞാനിവിടെ സംസാരിച്ച കാര്യങ്ങളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ എന്നുള്ള നിലയിലാണ്. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഓരോരുത്തരും എന്ത് നിലപാട് സ്വീകരിക്കണം, ഏത് ചുമതല നിർവഹിക്കണം എന്നുള്ളത് പാർട്ടിയാണ്. ഞാൻ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയാണ്. അതുകൊണ്ട് ഓരോ ഘട്ടത്തിലും കേരളത്തിലെ നമ്മുടെ സംഘടനാപരമായ വിഷയങ്ങളിൽ തീരുമാനമെടുക്കുന്ന പാർട്ടിയാണ്. ആ തീരുമാനം എല്ലാ തരത്തിലും അനുസരിച്ച് പോവുക എന്നുള്ള നിലപാടാണ് ഞങ്ങളെല്ലാം ഇതുവരെ സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ മറ്റൊരു വിഷയം ഞങ്ങൾ മുന്നിൽ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, രണ്ട് കമ്പനികൾ തമ്മിലുള്ള പ്രശ്നം, എക്സാലോജിക്കും CMRL കമ്പനി, അത് തമ്മിലുള്ള പ്രശ്നം അവര് തീർക്കണം. അത് ഏത് അന്വേഷണം അത് വഴി കമ്പനി അടിസ്ഥാനത്തിലുള്ള പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഏത് അന്വേഷണം നടത്തുന്ന കാര്യത്തിൽ ഞാൻ എതിർത്തില്ല. അന്വേഷിച്ചോട്ടെ, എന്താണ് ശരി എന്നുള്ളതിൽ അവർ എന്താണ് നിലപാട് എന്നുള്ള നിയമപരമായ നിലപാട് സ്വീകരിച്ചോട്ടെ. അതിന്റെ ഭാഗമായി CPM-നെതിരായ ആക്രമണം വരുമ്പോഴാണ് ഞങ്ങൾ അതിനെ എതിർക്കുന്നത്. ഞങ്ങൾ ജനങ്ങളെ അണിനിരക്കുന്നതും ഇതിനെതിരെ പ്രതിഷേധം ഉയർത്തുന്നതും കേരളം കണ്ടില്ലേ. കേരളത്തിൽ പിണറായി വിജയനെ തടഞ്ഞു വെച്ചു എന്നുള്ള ഒരു സ്ഥിതി വന്ന സമയത്ത് അതിശക്തമായിട്ടുള്ള പ്രതിഷേധം കേരളത്തിൽ ഉയർന്നു വന്നില്ലേ. കേരളത്തിൽ എല്ലാ ഭാഗങ്ങളിലും ഞങ്ങളെല്ലാ പാർട്ടി ഘടകങ്ങളിലും ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നു.
അതൊരു അനുഭവമല്ലേ കേരളത്തിൽ. അപ്പോൾ CPM-നെതിരായ ഒരു ആക്രമണം വന്നു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കില്ല എന്നുള്ളതാണ് ജനങ്ങളുടെ മനോഭാവം. അതിനനുസരിച്ചാണ് പാർട്ടി ഈ കാര്യത്തിൽ നിലപാട് എടുത്തിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.